ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തലയെക്കെട്ടെന്ന് പറയും. പണ്ടേ 3 വലിയ ടേബിൾ സ്പൂണിന് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ എള്ളു, ഒരു 1/4 ടീസ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അത് ഞാനൊരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഒരു സ്പൂൺ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 1 സ്പൂണ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടൊന്ന് മിക്സ് ആക്കി കുഴച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് നന്നാക്കി ഉരുട്ടിയെടുക്കണം. ചെറിയ ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കണം. പൂരിൻ്റെ ഇനിയൊക്കെ ഞാനിതിങ്ങനെ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ ഒന്ന് നന്നാക്കി ഈ അരിപ്പൊടി മൈദയും കൂടി ഒന്ന് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് നന്നാക്കി പരത്തിയെടുക്കുക. ഇടയ്ക്കിടക്ക് തിരി അരിപ്പൊടി മൈദയും കൂടി കൂട്ടി വെച്ചത് ഇട്ട് കൊടുക്കുക. ഇത് നന്നാക്കി നൈസാക്കി പരത്തിയെടുത്തിട്ട് ഇത് മുറിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ 1 2 മുറിച്ചെടുക്കണം. 2 മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ പീസാക്കി ഇങ്ങനെ വരയിട്ട് കൊടുക്കുക. 2 അറ്റവും കൂടി എടുത്തിട്ട് ഒന്ന് ഒട്ടിക്കുക. ഇത്രേ പണിയുള്ളതാണ്. പെട്ടെന്ന് കഴിയും. പീസാക്കി മുറിച്ചെടുത്തിട്ട് ഒക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഒക്കെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓണാക്കി അതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി എണ്ണ ഒന്ന് ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നും പറയാം. അത് എടുത്ത് വേഗം മറിച്ച് ഞാനൊരു പാത്രം എടുത്ത് വെക്കുന്നുണ്ട്.